ഹായ് ഹലോ, തങ്കലാൻ മൂവിയുടെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പാരഞ്ജിത്താണ് ഡയറക്ടർ. അപ്പോൾ തന്നെ GV പ്രകാശ് മ്യൂസിക്. ആർട്ടിസ്റ്റുകളിലായിട്ട് ലീഡിംഗ് റോളിൽ വരുന്നത് ചിയാൻ വിക്രം, പാർവതി തിരുവോത്ത്, മാളവിക മോഹൻ, പശുപതി. പിന്നെ എനിക്കറിയാത്ത കുറച്ച് വേറെയും ആർട്ടിസ്റ്റുകളുണ്ട്. എനിവേസ് ആർട്ടിസ്റ്റ് വൈസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വളരെ രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ റോളുകളെല്ലാം വളരെ രസമായിട്ട് ആ ക്യാരക്ടറിനോട് 100% നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 2024 സ്റ്റാർട്ട് ആയതിനു ശേഷം ഒരുപാട് നല്ല ഫിലിംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞ് പിന്നെ റിലീസിന് ഡിക്ലെയർ ചെയ്ത മൂവീസിൽ നമ്മളെല്ലാവരും ഭയങ്കര ഹോപ്പോടുകൂടി കാത്തിരുന്നൊരു മൂവിയാണ് തങ്കലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മൂവിയുടെ പോസിറ്റീവ്സിനെ കുറിച്ച് പറയാം. പോസിറ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, സ്ക്രിപ്റ്റ് നല്ല സ്ക്രിപ്റ്റാണ്. ഈ സ്റ്റോറി നടക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാറിൻ്റെ ടൈമിൽ, അതായത് ഒരു 1850s ഒക്കെ ടൈമിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയിൽ ഒരു 2-3 തലമുറകളെ ചിയാൻ വിക്രം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ കാര്യങ്ങൾ എൻ്റെ അതിലോട്ട് വരുന്ന സമയത്ത് പറയാം. സോ സ്റ്റോറി ഇങ്ങനെയാണ്. സ്റ്റോറി മുന്നോട്ട് പോകും തോറും ഓരോരുത്തർക്കും വരുന്ന മാറ്റങ്ങൾ, കാലഘട്ടം പോകും തോറും മനുഷ്യന്മാർക്ക് വരുന്ന മാറ്റങ്ങൾ, അതൊക്കെ ഇതിലിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ സെക്കൻഡ് പോസിറ്റീവ് എന്ന് പറയുന്നത് ആക്ടേഴ്സാണ്. എല്ലാവരും അവരവരുടെ റോള് വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഒരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കർഷക സംഘം പോലെയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു വയലിനോടനുബന്ധിച്ച് ഇങ്ങനെ ചെറിയ വീടുകളെല്ലാം കെട്ടി അവിടെ ജീവിക്കുന്നു. അവിടെ തന്നെ വയലിൽ തന്നെ കിടന്നുറങ്ങുന്നു, വയലിൽ തന്നെ പണിയെടുക്കുന്നു, അവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇതിൽ കാണിക്കുന്നത്. പ്രകൃതിയോട് അത്രയും ചേർന്ന് ജീവിക്കുന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റീനെയാണ് കാണിക്കുന്നത്. സോ അതിൽ അത്രയും പഴയ രീതിയിൽ നമ്മൾ ചിന്തിക്കണം ഈ ഒരു സിനിമ കാണുമ്പോൾ. എന്നാലാണ് അവരുടെ ഓരോ ഫീലിങ്സും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇനി ഇതിൽ ഓരോരുത്തരുടെയും ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ എടുത്തു പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിക്രമിൻ്റെ ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ വിക്രമിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ, ബോഡി ട്രാൻസ്ഫോർമേഷനെ കുറിച്ചും പറയേണ്ടി വരും. ആക്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു റോള് എന്ന് പറയുന്നത് ഒരുപാട് ഡയലോഗ്സ് ഉള്ള, അങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് വിക്രമിൻ്റെത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡയലോഗ് ഡെലിവറിങ്ങും ഒക്കെ വളരെ രസമായിട്ടാണ് ആൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് ആ പണ്ട് കാലത്തുള്ള ഒരു പ്രാകൃതമായിട്ടുള്ള തരത്തിലുള്ളൊരു ജീവിത രീതി വർത്താനം ഒക്കെ ഉള്ളൊരു മനുഷ്യനായി തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ പിന്നെ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. അത് ശരിക്കും എടുത്തു പറയണം. കാരണം എന്താ വെച്ചാൽ ഭയങ്കര നോട്ടീസബിൾ ആണ് ആ ഒരു സംഭവം. നമ്മളിപ്പോൾ പല മൂവീസിലും കണ്ടിട്ടുണ്ട്, ചില മൂവീസിന് വേണ്ടിയിട്ട് ആർട്ടിസ്റ്റുകൾ ഭയങ്കരമായിട്ട് തടി കുറച്ച്, ഇപ്പോൾ ആടുജീവിതത്തിലൊക്കെ പൃഥ്വിരാജ് ചെയ്തിട്ടുള്ള പോലെ ഭയങ്കരമായിട്ട് ശോഷിച്ച തരത്തിലേക്ക് കൺവേർട്ട് ആവുന്ന ആ ഒരു തരത്തിലേക്ക് ബോഡീനെ കൺവേർട്ട് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. അതുപോലെ ചില മൂവീസിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് 6 പാക്കും ബിൽട്ടായിട്ടൊക്കെ വരുന്ന അങ്ങനെയുള്ളവരെയും കണ്ടിട്ടുണ്ട്. അത് രണ്ടും അല്ലാതെ അതിൽ നിന്നും വ്യത്യാസമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന കൊയ്യാനും മെതിക്കാനും ഒക്കെ പോകുന്ന തരത്തിലുള്ള ആൾക്കാരുടെ തരത്തിലുള്ളൊരു ഫിസിക്ക്, അത് ശരിക്കും അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് അങ്ങനെ ശോഷിച്ചിട്ടുള്ള ഒരു ബോഡിയല്ല, എന്നാൽ അതേസമയം അങ്ങ് ജിമ്മിലൊക്കെ പോയി ഫിറ്റാക്കി നിർത്തിയിട്ടുള്ള ബിൽട്ടായിട്ടുള്ള അങ്ങനെയും അല്ല, എന്നാൽ ഹെൽത്തിയാണ്, കുറച്ച് ഷേപ്പ്ലെസ് ആയിട്ടുള്ളൊരു ബോഡി, അങ്ങനെ ആ ഒരു തരത്തിൽ ചെറിയ കുടവയറൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് ആ ബോഡീനെ. ശരിക്കും നമുക്ക് ഒരു കർഷകനായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബോഡിയിലേക്ക് അദ്ദേഹത്തിനെ സ്വന്തമായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഇനീഷ്യലി ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അതിനെ ഉള്ളിലോട്ട് ആദ്യം ആ ഒരു ക്യാരക്ടറായി മാറുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡെഡിക്കേഷൻ ആയിരുന്നിരിക്കണം അത്. എനിവേസ് അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ആണെങ്കിലും വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ യുഗത്തിലും, ഓരോ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ തലമുറകളെ കാണിക്കുന്ന ഓരോ രീതികളും വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാർവതി തിരുവോത്ത് വളരെ രസമായിട്ട് എനിക്ക് തോന്നുന്നു ചില സമയത്ത് ചില സീനുകളൊക്കെ വരുമ്പോൾ എനിക്ക് വിക്രമിനെക്കാട്ടിലും ഒരു പൊടി മുന്നോട്ട് നിന്നത് പാർവതി തിരുവോത്തിൻ്റെ ക്യാരക്ടറാണോ എന്നുള്ളതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ അതേ ഡയലോഗ് ഡെലിവറിയൊക്കെ വളരെ രസമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പണ്ടത്തെ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. എന്നാൽ മാത്രമാണ് ഇതിൽ ചെയ്യുന്ന ഓരോ ഫീലിങ്സ്, അവർക്ക് ഓരോന്നും കാണുമ്പോൾ ഉണ്ടാവുന്ന ഓരോ ഫീലിങ്സ്, ഓരോന്നും കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഫീലിങ്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
സോ പാർവതിയുടെ ക്യാരക്ടറും വളരെ രസമായിട്ടുണ്ട്. പിന്നെ ഇനി വരുന്നത് മാളവിക മോഹനാണ്. മാളവിക മോഹനെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടൊരു മര്യാദയ്ക്ക് അഭിനയിക്കുന്ന ഒരു സിനിമ ഞാൻ കാണുന്നത്. സംഭവം ഞാൻ ഇതിന് മുന്നേ പട്ടം പോലെ തൊട്ട് ക്രിസ്റ്റി വരെയുള്ള പല സിനിമകളൊക്കെ ഇട്ടുണ്ട്. എല്ലാം ഒന്നും കണ്ടിട്ടില്ല, എങ്കിൽ പോലും പലതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ഈ മാളവിക മോഹൻ്റെ ആക്ടിങ് ഫീൽ ചെയ്യാറുള്ളത്. പക്ഷേ ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ അവരുടെ ഒരു നല്ല ആക്ടിങ് കണ്ടിട്ടുള്ളത് തങ്കലാനിലാണ്. മാളവിക മോഹൻ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു 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 പ്രത്യേക ക്യാരക്ടറാണ്. അതായത് ഈ തങ്കലാന് മാത്രം വിസിബിൾ ആവുന്ന ഒരു ക്യാരക്ടറാണ്. അവരൊരു ചെറിയ ദേവതയോ എന്തോ തരത്തിലുള്ളൊരു ക്യാരക്ടറാണത്. അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് അത്. ശരിക്കും അവർ ആ ഒരു അറ്റയറിലും അതെ അവർ ഭയങ്കര രസമായിട്ടുണ്ട്. കാരണം ഭയങ്കര ഫിറ്റാണ് അവർ. ഒരു ലുക്ക് അവർക്ക് വളരെയധികം ചേരുന്നുണ്ട്. എനിക്ക് മാളവിക മോഹനെ ഈ ഒരു ഫിലിമിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി പറയാനുള്ളത് പശുപതിയാണ്. പശുപതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എല്ലാ ഫിലിമിലും എത്രത്തോളം രസമാണോ അതുപോലെ തന്നെയാണ് ഈ ഫിലിമിലുള്ളത്. സോ ആർട്ടിസ്റ്റ് വൈസ് എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. മ്യൂസിക് ആക്ച്വലി ഈ ഒരു തീമിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഫിലിമിൻ്റെ ആ ഒരു തീമിനോട് വളരെയധികം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു മ്യൂസിക്കാണ് ഉള്ളത്. പല സീൻസിനെയും കുറച്ചുകൂടി എക്സാജറേറ്റഡ് ആയിട്ട് നമുക്ക് ഇമോഷൻ ഫീൽ ചെയ്യാനായിട്ട് മ്യൂസിക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത്. 1-2 സീൻസ് എനിക്ക് എടുത്ത് പറയണമെന്നുണ്ട്, പക്ഷേ അത് സ്പോയിലർ ആവും. പിന്നെ അതുപോലെ തന്നെ ഒരു ഫോക്ക് സോങ് ഉണ്ട്, അത് നല്ലൊരു രസത്തിലുള്ളൊരു ഒരു പാട്ടാണ്. സോ GV പ്രകാശനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അത് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് നെഗറ്റീവ്സിലോട്ട് പോവാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VFX ആണ്. ഈ ഒരു മൂവിക്ക് വേണ്ടി അവർ ഇത്രയധികം എഫേർട്ട് ഇട്ട് ചെയ്തിട്ട് ആ VFXും കൂടിയും കുറച്ചും കൂടി നെക്സ്റ്റ് ലെവലിലേക്ക് നന്നാക്കി ചെയ്തിരുന്നെങ്കിൽ ഈ പടം തന്നെ ഒരു പക്ഷേ നെക്സ്റ്റ് റേഞ്ചിലോട്ട് പോയേനെ. കാരണം VFXന് അത്രമാത്രം റോളുള്ളൊരു ഫിലിമാണ്. അപ്പോൾ ഇതിലിപ്പോൾ പല സന്ദർഭങ്ങളിലും നമുക്ക് ശരിക്കും ഒരു VFX ആണെന്ന് അറിയുകയും ചെയ്യാം, എന്നാൽ ശരിക്കും ആ ഒരു ആർട്ടിഫിഷ്യൽ സംഭവമാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കരിമ്പുലിനെയൊക്കെ കാണിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിലൊക്കെ എനിക്ക് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ ഈ ജംഗിൾ ബുക്കൊക്കെ കാണുമ്പോൾ അതിൽ കാണുന്ന കരിമ്പുലി, കരടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതുപോലെയുള്ളൊരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത്രയും വലിയൊരു ഫിലിമിലേക്ക് കൊണ്ടുവന്നപ്പോൾ. അതുപോലെ തന്നെ ഈ പാമ്പിനെയൊക്കെ ഇങ്ങനെ വെട്ടിമുറിച്ചിട്ടിട്ടുള്ള സീനുകൾ, അതിലൊക്കെ ഇങ്ങനെ ചത്ത് കഴിഞ്ഞിട്ട് കിടന്ന് പെടയുന്ന പാമ്പുകളുടെയൊക്കെ ഇങ്ങനെ ഭാഗങ്ങൾ കാണിക്കുമ്പോൾ ഈ മുഖത്തിൻ്റെ ഭാഗം, പാമ്പിൻ്റെ ഫേസിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ശരിക്കും ഈ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന പ്ലാസ്റ്റിക് പാമ്പുണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തു. നിങ്ങൾ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ VFX ഒന്നും കൂടി നന്നാക്കാമായിരുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. പിന്നെ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം പലപ്പോഴും ലാഗ് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും ഒരുപോലെ അങ്ങ് ഡൈജസ്റ്റ് ആവുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു മൂവിയായിട്ട് ഫീൽ ചെയ്തില്ല. ഒരു കമേഴ്ഷ്യൽ മൂവിയുടെ ഒരു റേഞ്ചിൽ നമ്മളതിനെ ഇങ്ങനെ എൻഗേജ് ചെയ്തിരുത്തുന്ന തരത്തിലുള്ളൊരു മൂവിയല്ല. പലയിടത്തും ഈ ലാഗ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറുതായിട്ട് നമുക്ക് ബോറടിക്കും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ ആസ് എ ഹോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു അടിപൊളി പടം എന്ന് പറയാവുന്ന തരത്തിൽ, കാരണം നമ്മൾ വളരെയധികം എക്സ്പെക്റ്റേഷനിൽ ഇരുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു അടിപൊളി പടം എന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു മൂവിയായിട്ട് എനിക്ക് തങ്കലാൻ ഫീൽ ചെയ്തില്ല. പക്ഷേ എന്നാൽ അതേസമയം ഒരു മോശം മൂവിയോ അല്ലെങ്കിൽ കാണാൻ പറ്റാത്തൊരു മൂവിയോ അങ്ങനെയൊന്നുമല്ല. ഒരു 1 ടൈം വാച്ചിനുള്ള മൂവി എന്തായാലും ഉണ്ട്. പ്രത്യേകിച്ചും ഓരോ ആർട്ടിസ്റ്റുകളുടെയും അഭിനയം, വിക്രം, പാർവതി എല്ലാം വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സോ ആ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടിയും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ അഭിനയം കാണാൻ വേണ്ടിയിട്ടെങ്കിലും നമുക്കൊരു 1 ടൈം വാച്ചിങ് മൂവി ഉണ്ട്. സോ കണ്ടവരെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി കാണാൻ പോകുന്നവർ കണ്ടു കഴിഞ്ഞതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതൊന്ന് പരിഗണിക്കുക. അപ്പോൾ എനിവേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.